പുനലൂർ സെന്റ് തോമസ് സ്കൂളിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും വലിയ ഒരു മാനേജ്മെന്റിനെതിരെയാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നതും കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നതും കുറച്ച് സത്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുമുണ്ട്. എത്രയോ പേരൻസ് ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് അടുത്ത് വിളിച്ചിരുത്തി എഴുതിപ്പിച്ച് നോക്കുക. ഒരു ഇംഗ്ലീഷ് സെന്റൻസ്, ഒരു പാരഗ്രാഫ് നിങ്ങളുടെ മക്കളെ എഴുതുന്നുണ്ടോ, മലയാളം സെന്റൻസ് പാരഗ്രാഫ് ആക്കി നിങ്ങളുടെ മക്കളെ എഴുതുന്നുണ്ടോ നോക്കണം. പക്ഷെ അങ്ങനെ എഴുതാത്ത എത്രയോ കുട്ടികൾ അവിടെ എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കുന്നു, പ്രോഗ്രസ് കാർഡിൽ മാർക്ക് കിട്ടുന്നു. അപ്പം നമുക്കറിയാം നമ്മുടെ മക്കൾ എത്രത്തോളം പഠിക്കുന്നുവെന്ന്. പിന്നെ എങ്ങനെയാണ് ആ പരീക്ഷയിൽ മക്കൾ ഫുൾ മാർക്ക് മേടിക്കുന്നത്? ഇംഗ്ലീഷ് സെന്റൻസ് ഫുൾ ആയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അതേ പാരഗ്രാഫ് എക്സാമിന് എഴുതി വെക്കുന്നത്? എങ്ങനെയാണ് അവർ മാർക്ക് മേടിക്കുന്നത്? അവരെടുത്ത ക്വസ്റ്റിനെ അതുപോലെ തലേന്ന് ട്യൂഷൻ ക്ലാസ് എന്ന വ്യാജേന, റെമഡിയൽ ക്ലാസ് എന്ന വ്യാജേന ബോർഡിൽ എഴുതിയിട്ട് കൊടുക്കുകയാണ്. അതേ എക്സാമിന് വരുന്ന അതേ ക്വസ്റ്റ്യനുകൾ കുഞ്ഞുങ്ങൾ ഫുൾ മാർക്ക് മേടിക്കുന്നു. അപ്പോൾ ഞാനടക്കമുള്ള വിഡ്ഢിയായ പേരൻസ്, ഞാനടക്കമുള്ള വിഡ്ഢിയായ രക്ഷകർത്താക്കൾ വിചാരിക്കുന്നത് നമ്മുടെ മക്കൾ വലിയ പഠിത്തമാണെന്ന്. അപ്പോൾ ഈ പന്ന ആൾക്കാരെ എല്ലാം കൂടി പഠിത്തം ഒരുമിപ്പിച്ച് കൂട്ടുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് ഈ സ്കൂളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എത്ര സ്കൂളുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അയൽക്കൂട്ടം ടീം എന്ന് പറഞ്ഞൊരു സംഭവം? നമ്മൾ പറയാറുണ്ട്, അയൽവക്കത്തെ പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി ഇരുന്ന് സംസാരിച്ച് അപ്പുറം ഇപ്പുറമുള്ള കൊതി എന്ന് പറയുന്നത് പറയുന്നതാണ്. അതാണ് ആ സ്കൂളിൽ നടക്കുന്നത്. കുറച്ച് ഒരു പേരൻസ് അവിടെ ആ സ്കൂളിൽ +1 +2 വേറെ എങ്ങും അഡ്മിഷൻ കിട്ടാതെ പഠിച്ച് കുറച്ച് 2-3 പേരൻസ് ഉണ്ട്. അവരൊത്തുകൂടി അവിടെ പ്രിൻസിപ്പളിന്റെ മടിയിലിരിക്കാം, മാനേജറിന്റെ മടിയിലിരിക്കാം. അവർക്ക് വേറെ പേരൻസ് എല്ലാം കൊച്ചു കുഞ്ഞുങ്ങളെയും കാത്ത് ഗേറ്റിന് അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ 1-2 പേരൻസ് മാത്രം അവിടെ ടീച്ചേഴ്സിന്റെ റൂമിൽ ഇരുന്ന് കളിയും ചിരിയും കഴിഞ്ഞിട്ട് പിള്ളേരെ വിളിച്ചുകൊണ്ട് ഇറങ്ങി വരും. ഏത് സ്കൂളിലാണ് അങ്ങനത്തെ ഫ്രീഡം കൊടുക്കുന്നത്? പേരൻസ് ഒളിഞ്ഞും തെരഞ്ഞുമാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആർക്കും നേരിട്ട് പറയാനുള്ള ധൈര്യമില്ല. ആനുവൽസറി വരുമ്പോൾ സ്കൂൾ മാനേജ്മെന്റ് ആണ് ആനുവൽ ഡേ നടത്തേണ്ടത്. ഇത് ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് 600 രൂപയാണ് ഫീസ് മേടിക്കുന്നത്. 600 രൂപ വാങ്ങുന്ന ഫീസിൽ 20 ലക്ഷത്തിന്റെ സ്റ്റേജ് ഒരുക്കുവാണെന്നൊരു വ്യാജേന ആനുവൽ ഡേ നടത്തും. ഞാൻ അടക്കമുള്ള വിഡ്ഢികളായ കുറെ പേരൻസ് നമ്മുടെ മക്കൾ മിനുക്ക് ഡ്രസ് ഇട്ട് വരുമ്പോൾ പോയി നിൽക്കുവാണ്. ഒരു അകത്തിടുന്ന ഒരു ഡ്രസ്സ്, കറുത്ത ഫുൾ കൈ ഡ്രസ്സ്, പാന്റ്, ഇത് നമ്മൾ മേടിച്ചോണ്ട് പോകണം. ഇവർ തരുന്നത് 1200 രൂപ. നമ്മളൊരു ഡാൻസിന് പൈസ കൊടുക്കുകയാണ്, കോസ്റ്റ്യൂമിന് ഒരു മിനുക്ക് കോട്ടാണ് തരുന്നത്. 1200 രൂപ. പാട്ട് പാടാൻ വേണ്ടി 15 കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യും. അതിന് 800 രൂപ ഫീസാണ് മേടിക്കുന്നത് ഒരു ഫ്രോക്കിന്. ആ ഫ്രോക്കിന്റെ ബാക്ക് വശത്തെ പൈസ ഇവരെ ഇളക്കി കളഞ്ഞു. 460 രൂപ ഒരു ഫ്രോക്കിന്. പക്ഷെ താഴെ വന്ന പൈസ ഇവരെ ബില്ല് ഇളക്കി കളയാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എന്റെ പൊന്നൂസിനെ ഒരുക്കുന്ന സമയത്താണ് ഇത് കണ്ടത്. 800 രൂപ ഒരു ഫ്രോക്കിന് മേടിച്ചു, 460 രൂപ ആയിട്ടുള്ളൂ. 15 കുട്ടികളുടെ നിന്ന് മേടിക്കുമ്പോൾ എത്ര രൂപ ലാഭം വരുന്നുണ്ട്? പക്ഷേ നമ്മളൊരു സ്കൂളിൽ നമ്മുടെ കുഞ്ഞ് പഠിക്കുന്നിടത്തോളം കാലം നമ്മളത് പറയത്തില്ല. ഞാനത് മറച്ചു വെച്ചിട്ട് ഞാൻ എന്റെ കുഞ്ഞിനെ ഒരുക്കിക്കൊണ്ടിരുന്നപ്പം ഇത്രയും പറഞ്ഞു, ഫ്രോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വലിയ രസമില്ല. അത് അവർക്ക് വലിയ ഒരു ഇൻസൾട്ടായി. അവർ 24 വർഷമായിട്ട് സ്കൂളിൽ കള്ളത്തരങ്ങളെല്ലാം പടുത്തുയർത്തിയ ഒരു സ്കൂളാണ്. ആ ഒരു നെഗറ്റീവായ ചെറിയൊരു കാര്യം എന്റെ വായിന്ന് വീണത് അവർക്ക് വലിയൊരു നെഗറ്റീവായി പോയെന്ന്. ഫ്രോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 800 രൂപ ഞാൻ കൊടുത്ത് മേടിച്ച ഫ്രോക്കിന് 460 രൂപ ആയിട്ടുള്ളൂ. പക്ഷേ അത് കൊള്ളാമോ ഇല്ലയോ, നന്നായില്ലയോ എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലേ? എനിക്ക് മാത്രമല്ല, അവിടെ പഠിപ്പിച്ച എല്ലാ പേരൻസിനും അത് പറയാനുള്ള അവകാശമുണ്ട്. ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ടാണ് എന്നോട് ഇത്രയും വൈരാഗ്യം. ഈ വീഡിയോ ഞാൻ ഫ്രോക്കിന്റെ കാര്യം അന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഇവര് മോനുകുട്ടൻ ക്ലാസ്സിൽ ഇരിക്കുവാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും മോനെ എടേ എന്നൊക്കെ വിളിക്കും. എടോ എണീക്കടോ വാടോ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനോട് ദേഷ്യമാണ്. ആ മാനേജ്മെന്റിന്റെ ബന്ധുവായ ഒരു ടീച്ചറാണ്, ഒരു സ്ത്രീയാണ്. അവിടെ സ്ത്രീ എന്ന് തന്നെ വിളിക്കണം. കുഞ്ഞുങ്ങളെ ഒരുപോലെ കാണാൻ പറ്റാത്ത സ്ത്രീ, ആ സ്ത്രീയാണ് അവിടെ ഹിന്ദി പഠിപ്പിക്കുന്നത്. അവിടെ വാച്ച്മാനായിട്ട് നിൽക്കുന്നതും ഈ സ്ത്രീയാണ്. കൈയും കെട്ടി നിൽക്കും. കാർ ആരെവിടെ ഇടണം, വണ്ടി ആരെവിടെ ഇടണം എന്ന് തീരുമാനിക്കുന്നത് ഈ സ്ത്രീയാണ്. കുഞ്ഞുങ്ങളുടെ അടുത്ത് ഭയങ്കര വിദ്വേഷം. എണീക്കടോ, നടക്കടോ. ഇപ്പൊ കുഞ്ഞ് നോമ്പ് പിടിച്ച് അവിടെ പോയപ്പം എന്നോട് പലരും ചോദിച്ചു, മോനോടനെ പൊന്നൂസിനെ എന്തുകൊണ്ട് നോമ്പ് പിടിപ്പിച്ചില്ല? 2 നോമ്പല്ലേ പിടിപ്പിച്ചുള്ളൂ. ക്ലാസ്സിൽ പോകുമ്പോൾ ഇതാണ് കുഞ്ഞിനോട് പറയുവാണ്, എന്താ ചോറ് ഇന്നത്തെ? മോനോട് പറയാൻ, നോമ്പാ ടീച്ചറെ. നീ നോമ്പ് പിടിച്ചിട്ട് എന്താ കാര്യം? നിന്റെയൊക്കെ സ്വഭാവം ആദ്യം നന്നാക്കുക, അല്ലാതെ നീ ഒന്ന് നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ലെന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനോട് പറയാണ്. കുഞ്ഞ് വന്ന് എന്നോട് പറയുമ്പോഴും ഞാൻ പറയാണ്, സാരമില്ല മക്കളെ, നമ്മൾ ഈ വർഷം അങ്ങ് TC മേടിച്ച് പോവല്ലോ, അവിടെ നിന്ന് കുഴപ്പമില്ല, പോട്ട് മക്കളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഹിന്ദി എക്സാം വന്നപ്പോൾ പൊന്നു, നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻ ആണ്. ഹിന്ദി അല്ലേ, അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് അത്രയും കൂട്ടി വായിക്കാൻ അറിയത്തില്ലായിരിക്കും. ടീച്ചർ ഈ ക്വസ്റ്റ്യൻ എന്തുവാണ്? ഇതേ സെയിം ടീച്ചർ തന്നെ പറയുവാണ്, എനിക്ക് ഹിന്ദി അറിയത്തില്ല, അവിടെ 20 ചെയ്യുന്നു. ആ പെൺപിള്ളേക്ക് ഹിന്ദി അറിയത്തില്ല, പിന്നെ എന്തിനാണ് അവിടെ ടീച്ചറായിട്ട്? എന്തോ ക്വാളിഫിക്കേഷൻ അയച്ചാൽ ബന്ധുവാണെന്ന ക്വാളിറ്റിയിലാണോ അവിടെ ടീച്ചർ ആവാൻ പഠിപ്പിക്കാൻ ഇരുത്തിയേക്കുന്നത്? ഹിന്ദി അറിയത്തില്ല, അവിടെ 20 ചെയ്യുന്നു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ ബസ്സിൽ നിന്നും ആരെ ശ്രദ്ധിക്കാതെ ഒരു കുഞ്ഞ് ഫ്രണ്ടിലോട്ട് ഉറങ്ങി വീണു. കുഞ്ഞിന്റെ നെറ്റി പൊട്ടി. പരാതി പറയാൻ പോയ പേരൻസിനോട് പരാതി പറയാൻ അവിടെ പോകുന്നവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ പേരൻസിനോട് അവർ പറയുവാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ പഠിപ്പിക്കേണ്ട. അതേസമയം ആ ആയെ വിളിച്ച് വാൺ ചെയ്യുമല്ല, ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നത് വാൺ ചെയ്യാൻ, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ പഠിപ്പിക്കേണ്ട, പൊക്കോളൂ TC മേടിച്ച്. പരാതി പറയാൻ പോകുന്നവരെ ഇഷ്ടമല്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം പറയാൻ പോകുമ്പോൾ മറ്റടുത്ത പേരൻസ് അറിയാതെ നോക്കും. നമ്മൾ ഈ കാരണങ്ങൾ പറയുന്നില്ല. അതുമല്ല, ഇപ്പൊ തന്നെ പുതിയൊരു ഫ്രോക്ക് ഇന്നാൾക്ക് ഒരെണ്ണത്തിന് മേടിച്ചു ടീച്ചർ, ഇപ്പൊ അടുത്തൊരു ഡ്രസ്സ് എടുക്കണ്ട എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഇപ്പൊ പൈസ ഇല്ല. അതോ ഞങ്ങൾ കർത്താവിന്റെ പാട്ടായതുകൊണ്ടാണോ ഡാൻസ് ചെയ്യാത്തതെന്ന്? ഇപ്പൊ ഞങ്ങൾ ഒരു അനാഥാലയത്തിൽ നിന്ന് വിളിച്ചു. ഇവിടുത്തെ അമ്മമാർക്കും അച്ഛന്മാർക്കും അനാഥരായി നിങ്ങൾ ഫുഡ് കൊടുക്കാൻ വരുമോ? അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നില്ല അവിടെ എത്ര മുസ്ലിംസ് ഉണ്ട്, എത്ര അമ്മമാരും അച്ഛന്മാരും മുസ്ലിം ഉണ്ടെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ചോദിക്കുന്നത് അവിടെ എത്ര പേരുണ്ട്, എത്ര പേർക്കാണ് ഫുഡ് കൊണ്ടുവരേണ്ടതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ജാതിയില്ല, ഞങ്ങൾക്ക് അവിടെ മതമില്ല. പല പേരൻസും ഇവിടെ നമ്മളോട് പറയണം, അമ്മ ചേർക്കണം. ഒരു വർഷത്തേക്ക് 7000 രൂപ വെച്ച് ഫീസ് അടയ്ക്കുവാണ് നമ്മൾ. കുഞ്ഞുങ്ങളെ സ്വിമ്മിങ്ങിന്, കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ കളിച്ചോട്ടെ. സ്വിമ്മിംഗ് പൂൾ ഒരു പീരീഡ് പോയി വെള്ളത്തിൽ കളിക്കാൻ അവർക്ക് ഇഷ്ടമായിരിക്കും. 3rd പ്രൈസ് വാങ്ങിച്ചു അവർ നീന്തൽ മത്സരത്തിൽ. നമ്മുടെ ഒന്നും കുഞ്ഞുങ്ങളുടെ പടം അവിടുത്തെ മാഗസീനിൽ വരത്തില്ല. കാരണം എന്താ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്യൂട്ട്നെസ് കുറവാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാൻ കൊള്ളാം.
കൊള്ളത്തില്ല. സ്വിമ്മിംഗ് പൂൾ 7000 രൂപ കൊടുത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പടം അവിടെ സ്വിമ്മിംഗ് മാഗസീനിൽ വരത്തില്ല. പകരം സ്വിമ്മിംഗ് പഠിക്കാത്ത LKG UKG ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ക്യൂട്ടായിട്ടുള്ള 2-3 കുഞ്ഞുങ്ങളെ കൊണ്ട് സ്വിമ്മിംഗ് പൂൾ ഇറക്കി വെക്കുക, ഫോട്ടോ എടുക്കുക, മാഗസീൻ ഇടുക. ഇതിലൊരു കൊച്ചിന്റെ ബാഗിൽ നിന്നും വൃത്തിയായിട്ടൊരു സാധനം പിടിക്കുകയും അതിനുശേഷം ഒരു പെൺകൊച്ചിനെയും ആൺകൊച്ചിനെയും ഒരു സ്ഥലത്ത് വെച്ച് പിടിക്കുകയും ചെയ്തു. സ്കൂൾ മാനേജ്മെന്റ് അവരുടെ പേരൻസിനെ അറിയിക്കുകയോ, അവരെ പേരൻസിനെ അറിയിച്ചാലല്ലേ കുഞ്ഞുങ്ങൾ തെറ്റിലോട്ട് പോകുമ്പോൾ അവർ തിരുത്താൻ പറ്റൂ. ഇത് സ്കൂളിന്റെ ഇതിനെ ബാധിക്കുന്ന എഴുതി സ്കൂൾ മാനേജ്മെന്റ് പേരൻസിനെ അറിയിക്കാതെ മറച്ചു വെച്ചു. അത് ആ ക്ലാസ്സിലുള്ള ഒരു കൊച്ച് ആ കൊച്ചിന്റെ വീട്ടിൽ പോയി പറഞ്ഞു. ഇതെല്ലാം പൈസ കൊടുത്ത് അനങ്ങാതെ അങ്ങ് മൂടും. പൈസ കൊടുത്ത് കുറച്ച് പാർട്ടിക്കാരെ കൂടെ നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് വലിയ എന്തോ ആണെന്നൊരു വിചാരമുണ്ട്. അപ്പോഴാണ് ഇവർ ക്യാമറ പ്രിൻസിപ്പൾ അതുപോലെ തന്നെ പറയുവാണ് ഈ പെണ്ണുണ്ട്. അപ്പൊ ഇവർക്ക് വീട് കിട്ടിയ ഒരു അവസരമായി പോയി, വല്ലാത്തൊരു അവസരമായി പോയപ്പോഴത്തേക്കും ഇവർ 2 കൂട്ടരും കൂടെ പെട്ടെന്ന് പറയുവാണ്, ഞങ്ങൾ പോകുന്നതിന് മുമ്പ് പോകുമ്പോൾ ആ പുതിയ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്താണ് ഇവിടുന്ന് മാറാഞ്ഞത്, കുട്ടികളുടെ ഭാവി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാലും വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പേരൻസിനെ വിളിച്ച് പറയുകയാണ്, ജാതികളാണ് ഞങ്ങളുടെ മക്കളെ നമ്മൾ ഇവിടുന്ന് CC കൊടുത്ത് മാറ്റിയാൽ പോലും ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന്, ഞങ്ങൾ എപ്പോൾ വേണേലും അവരെയൊക്കെ വെട്ടിക്കൊല്ലാം, ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട്, പേടിക്കണം. പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവി എന്ന് വെച്ചാൽ ആ പൊടിച്ചിറങ്ങണേ ഞങ്ങളങ്ങനെ വെട്ടിക്കൊന്നാലോ, നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവി നിങ്ങൾ സുരക്ഷിതം ആക്കണം, നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീഡിയോ എടുക്കുന്ന ആയതുകൊണ്ട് ഒരാൾ വന്ന് എന്നോട് ചോദിക്കുകയാണ്, ഒരു കടയിൽ നിന്നപ്പോൾ സാലിയ ഷാജാൻ അല്ലാതെ നമ്മൾ ഇതുപോലെ ട്രിവാൻഡ്രം കൊല്ലം ബേസ് ചെയ്തിട്ട് സ്വിമ്മിംഗ് പൂൾ പണിയുന്ന ആൾക്കാരാണ്, അപ്പം ഞങ്ങൾക്കൊരു വീഡിയോ എടുക്കണം, ഞങ്ങളൊരു വലിയൊരു സ്റ്റാർ ഹോട്ടൽ വലിയൊരു സ്വിമ്മിംഗ് പൂൾ പണിഞ്ഞു എന്ന് പറഞ്ഞ് കുറേ ഫോട്ടോസ് കാണിക്കുവാണ്. പടച്ചവന്റെ കളി, പടച്ചോൺ എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടെന്നുള്ളൊരു വലിയ സത്യം കണ്ടോണേ, പടച്ചോന്റെ കളിയാണ്. അപ്പോൾ ഫോട്ടോസ് കാണിച്ചാൽ നിങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കാം, അത് നമുക്ക് ചെയ്യാം. മക്കൾ എവിടെ പഠിക്കുന്നത്? അപ്പം ഞാൻ പറയുകയാണ് സെന്റ് തോമസിലാണ് പഠിക്കുന്നത്. അയ്യോ അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ നമ്മളാണ് ഇപ്പോൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവർ കറക്റ്റ് സമയത്ത് അത് ഫിൽറ്റർ ചെയ്യാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ എത്ര പറഞ്ഞാലും കാശ് ചിലവായിട്ട് ചെയ്യത്തില്ല. ഇപ്പം ഞങ്ങളൊക്കെ ആയിരുന്നു ചെയ്യാൻ പോയത്, ഇത് കറക്റ്റ് സമയം ഫിൽറ്റർ ചെയ്യാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ത്വക്ക് രോഗം വരും, കുഞ്ഞുങ്ങൾക്ക് തൊലി പ്രശ്നം വരും, കുഞ്ഞുങ്ങളുടെ മുടി പെട്ടെന്ന് തന്നെ പിഴുതു പോകുന്ന പോലെ വരുന്നു. എൻ്റെ നെഞ്ച് എനിക്ക് തീ കോരിയിട്ട പോലെയാണ്. 7000 രൂപ കൊടുത്ത് കുഞ്ഞിന്റെ ആഗ്രഹം പറയാൻ സ്വിമ്മിംഗ് പഠിക്കാൻ വിട്ടതാണ്. കുഞ്ഞിന് രോഗമാണ് വന്നത്. ആ ഒരൊറ്റ കാരണം മതിയായിരുന്നു ഈ സ്കൂൾ പൂട്ടിക്കെട്ടാൻ എനിക്ക് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് കൊടുത്ത മുഖ്യമന്ത്രിക്ക് കേസ്, എൻ്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ചാൽ കളിച്ചതെന്ന്. അന്ന് ഞാൻ നിർത്തിയതാണ് സ്വിമ്മിങ്. 7000 രൂപയും പോയാൽ പോട്ട് പടച്ചവനെ, ആ ഒരു വർഷത്തേക്ക് പൈസ അടച്ചാണ് കഴിഞ്ഞ. പിന്നെ ഞാൻ വിട്ടിട്ടില്ല, 7000 രൂപ പോയി. എൻ്റെ കുഞ്ഞിന്റെ ജീവന് എനിക്ക് വലുതെന്ന് കരുതി നിർത്തി സ്വിമ്മിങ്. അത് കഴിഞ്ഞു ടീച്ചർ വിളിച്ച് വിടുന്നു. അപ്പോൾ പോലും ഞാൻ മുടി കൊഴിച്ചിലുണ്ട് ടീച്ചറെ എന്നാണ് പറഞ്ഞത്. ഈ കാരണം നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അന്ന് ഞങ്ങൾക്കും കൊടുക്കാം കേസ്. കയറി ഇറങ്ങായിരുന്നു എൻ്റെ കുഞ്ഞിന്റെ ജീവിതം കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട്. നിന്നിട്ടില്ല. എത്രയോ രൂപ മുടക്കിയിട്ടാണ് പിന്നെ കുഞ്ഞിന് മുടി വന്നത്. അതിനുശേഷം ഇപ്പോഴും അവർക്ക് കട്ടിയുള്ള മുടി വന്നിട്ടില്ല. അന്ന് പോയ മുടി ഇന്നും എൻ്റെ കുഞ്ഞിന് വന്നിട്ടില്ല. ഇത് കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഞങ്ങളിപ്പോൾ തീവ്രവാദിയായിട്ട് ചിത്രീകരിച്ചപ്പോഴും പിന്നെ എൻ്റെ ഹസ്ബൻഡ് എക്സ് ലവറും കൂടെ മാനേജ്മെന്റിന്റെ മടി കയറി ഇരിക്കുവാണ്. സ്കൂളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുവാണ് മാനേജ്മെന്റിന്റെ അടുത്ത്, എൻ്റെ പണ്ടത്തെ കാമുകന്റെ ഭാര്യ പണ്ട് ഇങ്ങനെയായിരുന്നു, ഞാൻ എന്ത് പഠിച്ചു. അപ്പം ഞാൻ എൻ്റെ ശത്രു ആ കുട്ടി പെണ്ണ്, അവളും എൻ്റെ ശത്രുവാണ്. സ്കൂൾ മാനേജ്മെന്റിന് നിസ്സാരമായ ഒരു സംഭവം കിട്ടി, ഫ്രോക്ക് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരും കൂടെ വേഗം ഞങ്ങളെ അങ്ങ് മുസ്ലിം തീവ്രവാദികളാക്കി. മുസ്ലിങ്ങളുടെ പണം വേണം എല്ലാത്തിനും, പക്ഷെ ഞങ്ങൾ തീവ്രവാദികളാണ്. പടച്ചവൻ ഇതൊക്കെ കാണുന്നുണ്ട്. ഒരു കാലത്തും ഇതിനൊന്നും മറുപടി പറയാതെ പോകത്തില്ല.